KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ CPMനുണ്ടായ പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാ പദ്ധതിയുടെ ഭാഗമായി നിലവിൽ വന്ന ഈ ജനക്ഷേമ പദ്ധതി ലക്ഷക്കണക്കിന് സാധാരണക്കാരായ സ്ത്രീകൾക്ക് വലിയൊരു ആശ്വാസമാണ് പകരുന്നത്. വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കുമെല്ലാം പ്രതിമാസ യാത്രാ ചെലവിൽ വലിയൊരു തുക ലാഭിക്കാൻ സാധിക്കുന്ന ഈ വിപ്ലവാത്മകമായ ചുവടുവെപ്പ് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ വികസനത്തെക്കുറിച്ചും ജനക്ഷേമത്തെക്കുറിച്ചും വാചാലരാകുന്ന CPM നേതൃത്വത്തിന് ഈ പദ്ധതി അത്ര കണ്ട് ദഹിച്ചിട്ടില്ല. ജനങ്ങൾക്ക് നേരിട്ട് ഉപകാരം ലഭിക്കുന്ന ഒരു പദ്ധതി വന്നപ്പോഴേക്കും രാഷ്ട്രീയ തിമിരം ബാധിച്ച ഇടതുപക്ഷം നഖശികാന്തം എതിർക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തന്നെ ബഹിഷ്കരിച്ചുകൊണ്ട് CPM തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പരസ്യമാക്കുകയുണ്ടായി. ഇതുകൂടാതെ പാർട്ടിയുടെ പ്രമുഖ നേതാക്കളും സൈബർ അണികളും ഈ പദ്ധതിക്കെതിരെ സമാനതകളില്ലാത്ത കുപ്രചരണങ്ങളും വിവാദങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ അഴിച്ചുവിട്ടത്. ജനപ്രിയമായ പദ്ധതിയെ കേവലം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ തകർക്കാൻ ശ്രമിക്കുന്ന CPM നേതാക്കളുടെയും അണികളുടെയും ഈ ഇരട്ടത്താപ്പിനും കുത്തിത്തിരിപ്പുകളുമെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രമുഖ നടനും സംവിധായകനുമായ ജോയ് മാത്യു രംഗത്തെത്തിയിരിക്കുന്നത്. സമൂഹത്തിലെ ജീർണതകൾക്കെതിരെ എപ്പോഴും തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ മൂർച്ചയുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന ജോയ് മാത്യു ഇത്തവണ ഒരു ലഘു ചെറുകഥയുടെ രൂപത്തിലാണ് കമ്മ്യൂണിസ്റ്റ് സൈബർ പോരാളികളെയും നേതാക്കളെയും രൂക്ഷമായി പരിഹസിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ അന്ധത ബാധിച്ച ഒരു ശരാശരി പാർട്ടി അണിയുടെ വീട്ടിലെ യഥാർത്ഥ അവസ്ഥയെ മുൻനിർത്തി അദ്ദേഹം തയ്യാറാക്കിയ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ വലിയ വൈറലായി മാറിക്കഴിഞ്ഞു. സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കാണാതെ രാഷ്ട്രീയ യജമാന്മാർക്ക് വേണ്ടി സൈബർ കമ്മികളുടെ നാണംകെട്ട നിലപാടുകളെയാണ് ഈ കഥയിലൂടെ അദ്ദേഹം തുറന്നു കാട്ടുന്നത്. ജോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: സ്ത്രീകൾക്ക് സൗജന്യമായി ബസ് യാത്ര തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ് കാലത്ത് മുതൽ കാരണഭൂതത്തിനെ വിമർശിക്കുന്നവനെയെല്ലാം ഫേസ്ബുക്കിൽ തിരഞ്ഞുപിടിച്ച് തെറിവിളിച്ചു. ശേഷം സന്ധ്യാസമയം അന്തം കമ്മി തളർന്നിരുന്നു പോയി. ഒരു ചായ വേണം, ഇടാൻ ഭാര്യ എത്തിയിട്ടില്ല, അവളിങ്ങ് വരട്ടെ, കടക്ക് പുറത്ത് പറയണം. ചക്കാത്ത് ബസ് നോക്കിയിരുന്നതല്ലേ നീ? പടികടന്നു വന്ന പങ്കാളിയെ നോക്കി പോരാളി ഗർജിച്ചു. പക്ഷേ മിന്നൽ പോലെ ഒരു പ്രതികരണം അയാളെ ഞെട്ടിച്ചു. നാണം വേണം മനുഷ്യ, ഇതാ ഈ ആഴ്ചത്തെ 500 രൂപ ബാക്കി, ഇവിടെ മാസപ്പടിയൊന്നും കിട്ടാനില്ല. ഇതുപോലെ പോയാൽ ഒരു കൊല്ലം 25,000 രൂപയെങ്കിലും മിച്ചം കിട്ടും. മര്യാദയാണെങ്കിൽ ഇതിലൊരു വീതം കിട്ടും. അന്തം കുടുങ്ങി. ഇങ്ങനെ നീളുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. അതായത് പാർട്ടി അണികൾ നേതാക്കളുടെ അന്തമില്ലാത്ത ആജ്ഞതകൾ അനുസരിച്ച് ജനപ്രിയ പദ്ധതികളെ തെരുവിൽ എതിർക്കുമ്പോഴും അവരുടെ സ്വന്തം കുടുംബത്തിലെ സ്ത്രീകൾക്ക് പോലും ഈ പദ്ധതി വലിയൊരു സാമ്പത്തിക ആശ്വാസമാണ് നൽകുന്നതെന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് ജോയ് മാത്യു ഈ കുറിപ്പിലൂടെ ലളിതമായി വരച്ചു കാട്ടുന്നത്. നേതാക്കൾക്ക് കോടികളുടെ മാസപ്പടി കിട്ടുമ്പോൾ സാധാരണക്കാരനായ അണിയുടെ വീട്ടിൽ മിച്ചം പിടിക്കുന്നത് പ്രിയദർശിനി പദ്ധതിയിലൂടെ കിട്ടുന്ന ഈ 500 രൂപയാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ പാർട്ടിയുടെ പൊള്ളത്തരത്തെ പൂർണ്ണമായും അനാവരണം ചെയ്യുന്നതാണ്. ഈ പോസ്റ്റിന് താഴെ ജോയ് മാത്യു നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക വിജ്ഞാപനവും ഏറെ ശ്രദ്ധേയമാണ്. നർമ്മബോധമില്ലാത്ത അന്തം കമ്മികൾ കമന്റ് ബോക്സിൽ ലഹരി മരുന്നിനായി മുറവിളി കൂട്ടുന്നത് കാര്യമാക്കേണ്ട. അതൊക്കെ തൂഫാൻ വലിയിൽ വീഴാനുള്ള മീൻ കുഞ്ഞുങ്ങളാണെന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ജനക്ഷേമ പദ്ധതികളെ പോലും തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന CPMന്റെ ഇടുങ്ങിയ മനോഭാവത്തിന് പൊതുസമൂഹം നൽകുന്ന ശക്തമായ മറുപടിയാണ് ജോയ് മാത്യുവിന്റെ ഈ പ്രതികരണം. സ്വന്തം വീട്ടിലെ സ്ത്രീകൾക്ക് പോലും ഉപകാരപ്പെടുന്ന ഇത്തരം വികസന നയങ്ങളെ അന്ധമായി എതിർക്കുന്ന സൈബർ പോരാളികൾ യഥാർത്ഥത്തിൽ സ്വന്തം കുടുംബത്തെയും ജനങ്ങളെയുമാണ് പരിഹസിക്കുന്നത്. ഇത്തരം രാഷ്ട്രീയ അന്ധതകളെ നർമ്മത്തിൽ ചാലിച്ച മൂർച്ചയുള്ള വാക്കുകളാൽ നേരിടുകയാണ് ജോയ് മാത്യു.